പതിവില്ലാത്ത വിധം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയരുകയാണ്. പാർട്ടിക്കുള്ളിൽ അതൃപ്തിയും കലഹങ്ങളും പുകയുന്നത് നേതൃത്വത്തെ ആകെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. മുൻ MLA-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ദേശീയ വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറി നൂർബീന റഷീദും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പരസ്യമാക്കിയത് ലീഗിനെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. തങ്ങന്മാരെ കരുവാക്കി ചിലരുടെ താൽപ്പര്യത്തിന് PMA സമീറിനെ തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കി എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആരോപണം. കൂടാതെ തിരുവമ്പാടി മണ്ഡലത്തിലും ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. മങ്കടയിൽ മഞ്ഞളാംകുഴി അലിക്കെതിരെ രംഗത്തെത്തിയ മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. കുന്നത്ത് മുഹമ്മദിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മങ്കടയിൽ മത്സരിപ്പിക്കാനാണ് CPIM-ന്റെ തീരുമാനം. അബ്ദുറഹ്മാൻ രണ്ടത്താണിയും CPIM സ്വതന്ത്രനാകുമെന്ന വാർത്തയും അതിനിടെ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ പാർട്ടിക്കുള്ളിലെ അതൃപ്തിയും കലഹങ്ങളും പരസ്യപ്പെടുത്തുന്നത് ലീഗിനെ ക്ഷീണിപ്പിക്കുമോ? കാണാം RDX. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിലും ആഭ്യന്തര കലഹം രൂക്ഷമാകുകയാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയും നൂർബീന റഷീദുമാണ് ആദ്യം ലീഗ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞയുടനെ മുസ്ലിം ലീഗ് മുൻ അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പ്രകീർത്തിച്ചും പിന്നീട് തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി PMA സമീറിനെതിരെയും രണ്ടത്താണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ അനുനയിപ്പിക്കാൻ ലീഗ് നേതാക്കളുടെ ശ്രമം തുടരുകയാണ്. രണ്ടത്താണിയെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ CPM-ഉം ശ്രമം നടത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ഇതുവരെയും അബ്ദുറഹ്മാൻ രണ്ടത്താണി തയ്യാറായിട്ടില്ല. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയതാണ് നൂർബീന റഷീദിനെ ചൊടിപ്പിച്ചത്. വനിതാ ലീഗിനെ അവഗണിച്ചെന്നും സ്ഥാനാർത്ഥികളായ ഫാത്തിമ തഹ്ലിയെയും ജയന്തി രാജനും വനിതാ ലീഗിന്റെ മുഖമല്ലെന്നുമാണ് നൂർബീന റഷീദിന്റെ വിമർശനം. തിരുവമ്പാടി സീറ്റിനെ ചൊല്ലിയും ലീഗിൽ അതൃപ്തി പുകയുന്നുണ്ട്. CK കാസിമിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം രംഗത്തെത്തി. RDX ന്യൂസ് മലയാളം. മുസ്ലിം ലീഗിലെ പ്രതിസന്ധി പാർട്ടിക്ക് അനുകൂലമാക്കാനാണ് CPIM ശ്രമിക്കുന്നത്. രണ്ടത്താണിയെ ഇടത് സ്വതന്ത്രനാക്കി മത്സരിപ്പിക്കാൻ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിക്കുകയും ചെയ്തു. ലീഗിനും UDF-നും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണിതെന്നും ആ സാഹചര്യത്തിൽ വേണ്ട ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുമെന്നും വിജയരാഘവൻ പ്രതികരിച്ചു. അതിലേക്ക് കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെപ്പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. CPIM നേതാക്കളുടെ നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു. എല്ലാവരെയും പോലെ മത്സരിക്കാൻ താനും ആഗ്രഹിച്ചിരുന്നുവെന്നും രണ്ടത്താണി വ്യക്തമാക്കി. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാളാണ് പാർലമെന്ററി വ്യാമോഹമില്ലാത്തവർ? അവർക്ക് മത്സരിക്കാനൊക്കെ താല്പര്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതെനിക്കും ഉണ്ടാവും. ഞാനിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണല്ലോ. അത് വളരെ വ്യക്തമാണല്ലോ. അതിനനുസരിച്ച് എനിക്ക് പ്രതികരിക്കാനാവും. അല്ല, അദ്ദേഹത്തിൻ്റെ ആ നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന നല്ല വാക്കുകൾക്ക് നന്ദി. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ വിമർശിച്ച് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ആരായാലും ശത്രുക്കളാണ് എന്ന് KPA മജീദ് പറഞ്ഞു. പാണക്കാട് നിന്നൊരു പ്രഖ്യാപനം വന്നാൽ അത് നെഞ്ചേറ്റുന്നതാണ് പാർട്ടി പാരമ്പര്യമെന്നും KPA മജീദ് പറഞ്ഞു. താൽക്കാലിക ലാഭത്തിന് വരുന്നവർക്ക് പാർട്ടി വിട്ടുപോകാൻ പോകാമെന്ന് PV അബ്ദുൾ വഹാബ് MP പറഞ്ഞു. മുസ്ലിം ലീഗുകാരൻ എന്ന വികാരമുള്ളവർക്ക് പ്രസ്ഥാനം വിട്ടുപോകാനാവില്ലെന്നും PV അബ്ദുൾ വഹാബ് പറഞ്ഞു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത അവസരത്തിനായി കാത്തിരിക്കണമെന്നും അബ്ദുൾ വഹാബ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ലീഗിൽ മുതിർന്ന നേതാക്കളുടെ പ്രതികരണമൊക്കെ വന്നത്. ശ്യാമിലി, ഇപ്പോൾ ലീഗിൽ ഇത് അസ്വാഭാവികമാണ്. ഈ മട്ടിലുള്ള വലിയ പൊട്ടിത്തെറി, പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ MLA അങ്ങനെയൊക്കെ ഉള്ളവർ പൊട്ടിത്തെറിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ സാധ്യത പ്രയോജനപ്പെടുത്താൻ വേണ്ടി CPIM ശ്രമിക്കുകയും ചെയ്യുന്നു. എന്താ തോന്നുന്നു? പ്രയോജനപ്പെടുത്താൻ CPM ശ്രമിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം CPM-ൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണല്ലോ. മലപ്പുറം ജില്ലയിൽ ഇതുപോലെയുള്ള വിമത ശബ്ദങ്ങളെ ഉപയോഗപ്പെടുത്തി പാളയത്തിലെത്തിച്ചുകൊണ്ട് മത്സരരംഗത്തിറക്കി ജയിപ്പിച്ച ചരിത്രമാണ് നിലവിൽ അവിടെ CPM-നും LDF-നും ഉള്ളത്. സ്വതന്ത്രനായി തന്നെ സ്വതന്ത്ര പരീക്ഷണങ്ങളെല്ലാം വിജയം കണ്ടിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഉദാഹരണം എന്നുള്ളത് 2006 KT ജലീലിനെ കൊണ്ടുവരുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിപ്പിക്കുന്നു. 8000-ൽ പരം വോട്ടുകൾക്ക് അവിടെ ജയിക്കുന്നു എന്നുള്ളതാണ് അതിലൊരു പ്രധാനമാണ്. അതിനുശേഷം മണ്ഡല പുനർനിർണയം വന്നു. പിന്നീടാണ് തവനൂർ മണ്ഡലം
രൂപീകരിക്കുകയും അവിടെ നിന്ന് 3 തവണ അദ്ദേഹം നിയമസഭയിലെത്തുകയും ചെയ്തു. അതൊരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു LDF സംബന്ധിച്ച്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, ഇത്തവണ അവിടെ മത്സരിക്കുന്നുണ്ട്. മറ്റൊന്ന് അബ്ദുറഹിമാനെയാണ് കൊണ്ടുവന്നത്. അത് താനൂർ മണ്ഡലത്തിലായിരുന്നു. അതും ലീഗിൻ്റെ ഉറച്ച കോട്ട എന്ന് പറഞ്ഞൊരു മണ്ഡലം, വിശേഷിപ്പിക്കപ്പെട്ട മണ്ഡലം തന്നെയായിരുന്നു താനൂർ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം വിജയിച്ചു. രണ്ടാമത്തെ തവണ ഇപ്പം വീണ്ടും, പക്ഷേ അദ്ദേഹത്തിന് ചില അതൃപ്തികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അതൃപ്തിയുടെ കാരണം ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. 950ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാനുള്ളൊരു താല്പര്യക്കുറവ് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടിയുള്ള അവിടുത്തെ വോട്ടിംഗ് കണക്കുകൾ വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യുമ്പോഴും മറ്റ് സർവേകളൊക്കെ വരുമ്പോൾ അദ്ദേഹം അവിടെ പരാജയപ്പെടുമെന്നൊക്കെ വന്നതുകൊണ്ടുമാണ് അത്തരത്തിലുള്ളൊരു ആശങ്ക അദ്ദേഹത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഇവരൊക്കെ കോൺഗ്രസ് പാളയത്തിൽ നിന്നോ ലീഗിൻ്റെ പാളയത്തിൽ നിന്നോ ചാടിച്ചു കൊണ്ടുവന്ന് CPM അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച ആളുകളാണ്. അതിൽ തന്നെ ലോക്സഭയാണെങ്കിൽ പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു മുദ്രാവാക്യമുണ്ട്, ലീഗിൻ കോട്ട മഞ്ചേരിയിൽ TK ഹംസ ജയിക്കുന്നു എന്നുള്ളത്. അത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും അത് പരീക്ഷിക്കാൻ ഉതകുന്ന പാർട്ടിയും തന്നെയാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഒരു സാഹചര്യം രണ്ടത്താണി തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ അദ്ദേഹം ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതോടുകൂടി ലീഗിലെ അദ്ദേഹത്തിൻ്റെ നില അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ എന്നറിയില്ല, എങ്കിൽ പോലും ലീഗിലെ അദ്ദേഹത്തിൻ്റെ നില നിലവിൽ പരുങ്ങലിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഖലീഫയെ അടക്കം പരാമർശിച്ചുകൊണ്ട്, തങ്ങളെ അടക്കം പരാമർശിച്ചുകൊണ്ട് 2 പോസ്റ്റുകൾ ഇടുന്നു. അത് വൈകാരിക പോസ്റ്റിനപ്പുറത്തേക്ക് പിന്നീട് ആലോചിച്ചുറപ്പിച്ച പോസ്റ്റുകൾ പോലും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നില പരുങ്ങലിലായ സ്ഥിതിക്ക് തീർച്ചയായും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ താല്പര്യവുമുണ്ട് അദ്ദേഹം എന്ന് പറയുമ്പോഴും, നിലവിൽ ഞാൻ ലീഗ് ഐഡിയോളജിക്കാരനാണ് എന്ന് പറഞ്ഞാൽ പോലും നിൽക്കാൻ ഒരു ഇടം വേണമല്ലോ, എങ്കിലല്ലേ നമുക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും അത് അങ്ങനെയുള്ള ഒരു കളം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിട്ടാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. ഹർഷൻ എന്ത് തോന്നുന്നു? തീർച്ചയായും അതിനകത്ത് ആ സാധ്യത ഒരു CPIM പ്രയോജനപ്പെടുത്തും, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിലിപ്പോൾ എന്താണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ CPIM-നെ ഈ കഴിഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തെ രാത്രി വരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് ഇങ്ങനെ മറുകണ്ഠം ചാടാൻ കാരണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ഇത്ര ശക്തമായി അറിയിക്കാൻ കാരണം എന്നതിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാവാനുള്ള താല്പര്യം മാത്രമല്ല ഘടകം. അദ്ദേഹത്തിന് തീർച്ചയായും താല്പര്യമുണ്ടാകും. അദ്ദേഹം മുൻ MLA ആണ്, അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. തീർച്ചയായും എനിക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യമുള്ള വ്യക്തി ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഓരോ ലക്ഷ്യങ്ങളുണ്ടാവില്ലേ. ഇപ്പം ഒരു ജേർണലിസ്റ്റ് ആവാൻ ശ്യാമിലി തീരുമാനിക്കുമ്പോൾ ശ്യാമിലിക്ക് ആ കരിയറിൽ ചില ലക്ഷ്യങ്ങളുണ്ടാവും. ഒരു രാഷ്ട്രീയക്കാരനാവാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ അതിൽ തീർച്ചയായും ചില ലക്ഷ്യങ്ങളുണ്ടാവും. അതിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും വിജയിക്കണമെന്നും അങ്ങനെ ജനസേവനം നടത്തണമെന്നും ഒക്കെയുള്ള ലക്ഷ്യങ്ങൾ കാണും. ഈ മലയാളിയുടെ പൊതുബോധത്തിൽ വന്നു കൂടിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെയുള്ള പാർലമെൻ്ററി താല്പര്യം എന്നത് എന്തോ വളരെ മോശപ്പെട്ട സംഗതിയാണെന്നുള്ള മട്ടിലുള്ള ഒരു ധാരണ അത് CPIM-ഉം CPI-യും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. കാരണം പാർലമെൻ്ററി വ്യാമോഹം എന്നുള്ള പ്രയോഗം തന്നെ അവരിൽ നിന്ന് ഇങ്ങനെ വന്ന് പ്രസരിച്ച് എല്ലാവരും അങ്ങനെ മനസ്സിലാക്കി അത് ഇത്രയും മോശപ്പെട്ട ഒരു സംഗതിയുണ്ടോ വേറെ എന്നുള്ളൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് കൊണ്ടാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളുണ്ട്. ആ പാർട്ടികളിൽ ഇതൊക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്ന, അങ്ങനെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളും നേതാക്കളും ഉണ്ട്. അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത്. അതിനകത്ത് ഒരു തെറ്റുമില്ല. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ആ ആഗ്രഹത്തിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല. അതൊരു വശം. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു സംഗതി കൂടിയുണ്ട്. അവിടെ പകരം പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ തിരൂരങ്ങാടി മണ്ഡലത്തിൽ പകരം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി PMA സമീറാണ്. അദ്ദേഹം ചന്ദ്രിക ദിനപത്രത്തിൻ്റെ ഫിനാൻസ് ഡയറക്ടറായിരുന്നു. നമുക്കറിയാമല്ലോ, ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 വലിയ വിവാദങ്ങൾ വന്നു ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട്. ഒന്ന്, അവിടുത്തെ ജീവനക്കാരുടെ PF ഒന്നും അടയ്ക്കാതെ 2.5 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വിവാദം. രണ്ടാമത്തെ വിവാദം അതിനേക്കാളൊക്കെ ഗൗരവ സ്വഭാവമുള്ളതായിരുന്നു. അതായത് ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ ആരോപണം. അത് നോട്ട് നിരോധന കാലത്ത് ഉള്ള കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി വന്നു, ഈ ചന്ദ്രിക അക്കൗണ്ട് ഉപയോഗിച്ചിട്ട്. അതിൻ്റെ മെറിറ്റിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. ആ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയൊക്കെ അന്വേഷണം വരുന്നു. ഈ ED-യുടെ അന്വേഷണങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളതൊന്നും അല്ല നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്വേഷണം വരികയും ഇദ്ദേഹം ആദ്യഘട്ടത്തിൽ ഒരു കേസിൽ അറസ്റ്റിലാവുന്നു, രണ്ടാമത്തെ കേസിൽ ഇദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുന്ന സ്ഥിതി ആ വിഷയത്തിലുണ്ടായതാണ്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇവിടെ സീറ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ സീറ്റ് കൊടുത്തുകൂടെ? ഇവിടെ ED ആരെയെല്ലാം ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണെങ്കിൽ ഈ വിഷയത്തിൻ്റെ മറ്റൊരു വൈകാരികമായ തലം ലീഗിനുള്ളിൽ തന്നെ ഉള്ളത്, ഈ കേസിൽ
ചന്ദ്രിക തട്ടിപ്പ് കേസിൽ ഹൈദരലി ശിഹാബ് തങ്ങളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായെന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ പരസ്യമായി അതിലുള്ള പ്രതിഷേധവും സങ്കടവും എല്ലാം അദ്ദേഹത്തിൻ്റെ മകൻ മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ ആ വിഷയത്തിൻ്റെ മൂലകാരണക്കാരിൽ ഒരാളെന്ന് കരുതപ്പെടുന്ന അദ്ദേഹം മറ്റു പലരുടെയും പ്രേരണയാൽ ചെയ്തതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ വേറെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിസന്ധി കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ വേറെ വരുന്നുണ്ടെങ്കിലും ഇതിന് മൂലകാരണക്കാരിൽ ഒരാളാണ് എന്ന് കരുതുന്ന, അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ഒരാളാണ് PM A സമീർ. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ അങ്ങനെ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തു തിരൂരങ്ങാടി പോലൊരു മണ്ഡലത്തിൽ എന്നുള്ളതിൽ പ്രാദേശികമായ പ്രതിഷേധങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതിഷേധം കൂടുതൽ രൂക്ഷവും ശക്തവും പ്രകടവുമാവുന്നത്. കാരണം അദ്ദേഹം ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം അത്രയധികം ആളുകളുമായി അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത്, അതായത് ഉറപ്പിച്ചിട്ടുള്ള പോസ്റ്റ് വരുന്നത് വെളുപ്പിനെയാണ്, 4:30 5 മണിക്കും ഇടയ്ക്കാണ് ആ അവസാനത്തെ പോസ്റ്റ് വരുന്നത്. ശക്തമായി നിലപാട് ഉറച്ചു പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം എന്താണ്, തങ്ങൾ കുടുംബത്തെ അനുസ്മരിച്ചുകൊണ്ടും അവിടെ നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ PM A സലാം അല്ല KP A മജീദ് ഇപ്പോൾ തങ്ങൾ കുടുംബത്തിൽ നിന്ന് തങ്ങൾ ഒരു പേര് നിർദ്ദേശിച്ചാൽ, ഒരു സ്ഥാനാർത്ഥി പട്ടിക നിർദ്ദേശിച്ചാൽ, പിന്നെ അതിനപ്പുറത്ത് പറയുന്ന ചരിത്രവും പാരമ്പര്യവും ലീഗിനില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന പാണക്കാട് തങ്ങൾ അങ്ങേയറ്റം വേദനിച്ച, അദ്ദേഹത്തിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പോയി ഇരിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു വിഷയം കൂടി ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം തൽക്കാലം എല്ലാവരും മറച്ചു വച്ചിരിക്കുന്നു. അതിലേക്ക് ചർച്ചകൾ എത്താതെ പോകുന്നു. അടുത്ത ഘട്ടത്തിൽ ഇതുണ്ടാവും. കാരണം ഈ പൊട്ടിത്തെറി ഇവിടെ പറഞ്ഞ പോലെ കടുക്, ശ്യാമിലി പറഞ്ഞതുപോലെ കടുക് പുറത്ത് കടുക് ചട്ടിക്ക് വെളിയിൽ തെറിക്കുമെങ്കിൽ തീർച്ചയായും ഇതിൽ കൂടുതൽ പരാമർശങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകും. മൊയ്ൻ അലി തങ്ങൾ ഒരു ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൻ്റെ തലത്തിലേക്ക് അദ്ദേഹവും എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ വിഷയത്തിൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ മണ്ഡലത്തിനുള്ളിൽ നിന്ന് ഈ PM A സമീറിനെതിരെയുള്ള ഈ പരാമർശങ്ങളും ഈ വിമർശനങ്ങളും തീർച്ചയായും ഉയരും. അത് കാരണം അതായത് അന്നത്തെ ഹൈദരലി തങ്ങളുടെ ഹൃദയവേദന അറിഞ്ഞ ആളുകൾ വേറെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണകാരണം പോലും ഈ പറയുന്ന ഈ പീഡനമാണ്, അതായത് മാനസിക വ്യഥയാണ് എന്നുള്ള തരത്തിലാണല്ലോ പിന്നീട് മൊയ്ൻ അലി തങ്ങളും അദ്ദേഹത്തോട് അനുകൂലിക്കുന്നവരും സ്നേഹമുള്ളവരൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ചർച്ചകൾ പോവും. ഈ പൊട്ടിത്തെറി പല തലത്തിൽ ഇതിനെ ചെറുക്കാൻ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഫീൽഡിലൊക്കെ കാണാൻ കഴിഞ്ഞതെന്ന് ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഒരു പ്രസംഗമാണ്. അതായത് ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും 20 കള്ളന്മാരും എന്നായിരിക്കും ഇനി അങ്ങോട്ട് കുട്ടികൾ പഠിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ശക്തമായ ഒരു പ്രസംഗമുണ്ട്. എനിക്ക് തോന്നുന്നു ലീഗിൽ വളരെ ശക്തമായി രൂക്ഷമായി ഇടതുമുന്നണിയെ വിമർശിക്കുന്ന, CPIM-നെ വിമർശിക്കുന്ന, പിണറായി വിജയനെ അടക്കം വിമർശിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അങ്ങനെ തന്നെ പ്രസംഗവേദികളിൽ നമ്മുടെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തുടർച്ചയായി വരികയും പങ്കെടുക്കുകയും ശക്തമായി അദ്ദേഹത്തിൻ്റെ നിലപാട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ ലീഗ് കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം നടത്തിയ പഴയ ഈ വിമർശനങ്ങൾ, അതായത് പാർട്ടിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ തന്നെയാണ് മുൻനിർത്തിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒതുക്കാനുള്ള ഒരു സാധ്യതയായി യൂത്ത് ലീഗ് കാണുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പല പ്രവർത്തകരും, പ്രാദേശികമായ യൂത്ത് ലീഗിൻ്റെ പല ഫേസ്ബുക്ക് പേജുകളും ഒക്കെ ഞാൻ കണ്ടു. അതിനകത്തെല്ലാം അതിരൂക്ഷമായി അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ വിമർശിക്കുന്ന ഒരു തലമുണ്ട്. ലീഗിൻ്റെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് ഇതിനെ അതിജീവിക്കാൻ കഴിയുന്നവർ അപൂർവമാണ്. ലീഗ് എന്നുള്ള ഒരു വികാരത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ, ആ ലീഗ് വികാരം തന്നെയാണ് ആത്യന്തികമായി അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ ഇത്തരം ഒരു പൊട്ടിത്തെറിയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടക്കം പ്രശ്നം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചിരിക്കുന്നത് ഇത്തരം ചില വിഷയങ്ങളാണെങ്കിലും ഈ ലീഗ് വികാരത്തെ അതിജീവിച്ച് പുറത്തു പോകാൻ കഴിയുന്ന നേതാക്കൾ അത്ര കരുത്തരായിരിക്കണം. അതിപ്പം KT ജലീലിനെ പോലെയോ ഒക്കെയുള്ള അങ്ങനെ ആ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെ എന്താണ് താത്വികമായി അവതരിപ്പിക്കാൻ കൂടി ശേഷിയുള്ള ആളുകളാണ് ആ നിലയ്ക്ക് പുറത്തു പോകുക. ഇദ്ദേഹം നല്ല മികച്ച പ്രാസംഗികനൊക്കെയാണ്, ശക്തമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ ശേഷിയുള്ള ആളൊക്കെയാണ്. പക്ഷേ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് കുറച്ചുകൂടി കാത്തിരുന്നാൽ മാത്രം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന സംഗതിയാണ്.
മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറം ജില്ലയിൽ CPIM കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി വ്യക്തമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കേവലം ഒരു പാർട്ടി എന്നതിലുപരി ലീഗ് വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയുമാണ് CPIM ആ മുന്നേറ്റത്തിന് ഉള്ള ശ്രമങ്ങൾ നടത്തിയത്. മലപ്പുറത്ത് ലീഗിനെ നേരിടാൻ CPIM സ്വീകരിച്ച ഏറ്റവും വിജയകരമായ തന്ത്രമാണ് ഇടത് സ്വതന്ത്രരെ മുൻനിർത്തിയുള്ള പോരാട്ടം. അത് തൽക്കാലമെങ്കിലും പറയാം. കാരണം അവരുടെ സംഘടനാ ശേഷി വെച്ച് CPIM-ന്റെ നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്ന് CPIM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വിജയിക്കാവുന്ന സാഹചര്യം വളരെ പരിമിതമായ എണ്ണ മണ്ഡലങ്ങളിൽ മാത്രമാണ്. TK ഹംസയും KT ജലീലും എല്ലാം മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്ത അടിത്തറയുടെ ബലം ഇപ്പോൾ തൽക്കാലം അത്ര ചെറുതായി കാണാനും കഴിയില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പ്രതിഷേധം മുതലെടുത്ത് ലീഗിൻ്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താനാണ് ഇപ്പോൾ CPIM ശ്രമിക്കുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ മുതിർന്ന ഒരു മുസ്ലിം ലീഗ് നേതാവ് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയാൽ മലപ്പുറത്തെ ലീഗ് രാഷ്ട്രീയത്തിൽ അത് ചെറിയ ആഘാതമൊക്കെ ഏൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതുമില്ല.